വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഫേസ് ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഒരാളുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഡയമണ്ട് ഫേഷ്യൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ. അപ്പോൾ ആൾ ആരാന്ന് വെച്ചാൽ ഇദ്ദേഹമാണ്, റോഷ്നി. അപ്പോൾ ആളുടെ പേജിൽ തന്നെ, ആളുടെ ചാനലിൽ തന്നെ ഒരുപാട് DIYs ഉണ്ട് കേട്ടോ, ഫേഷ്യൽ കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പുറത്ത് പോയി അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ആയിട്ട്, പ്രത്യേകിച്ച് മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൾ പറയുന്നത് ഭയങ്കര റിസൾട്ട് എന്നാണ് കേട്ടോ. പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയുന്ന, അതിൽ കമൻസ് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി നല്ല കളറൊക്കെയാണ്, നല്ല വൈറ്റ് ആണ്. അപ്പോൾ ആളുടെ ഫേസിൽ കാണിക്കുമ്പോൾ റിസൾട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ അത്യാവശ്യം ഒരു ടാൻ ആയിട്ടുള്ള സ്കിന്നിലോ ഡസ്കി ആയിട്ടുള്ള സ്കിന്നിലോ കാണിക്കൂ, റിസൾട്ട് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസിൽ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അത്യാവശ്യം ടാൻ ആയിട്ടുള്ള ഒരാളാണ്, ഡസ്കി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാലോ. പിന്നെ അതിൽ ഒരുപാട് പേര് റിസൾട്ട് ഉണ്ട്, ഭയങ്കര റിസൾട്ട് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഒരു ഫേസിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ ഇടുന്നത്, നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് കാര്യങ്ങളെന്നൊക്കെ അറിയാലോ. അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടത്, ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അപ്പോഴേ കാണാം. അപ്പോൾ കണ്ടല്ലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ, റൈസ് വെച്ചുള്ള ഒരു കുറുക്കാണ് കേട്ടോ. അതും ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ കുറുക്കി എടുക്കുന്നതേ ഉള്ളൂ. അതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറുക്ക് മാതിരി ഇങ്ങനെ ഇരിക്കും, അതുപോലെ കേട്ടോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിലാണ് ബാക്കി കാര്യങ്ങൾ ഫുള്ള് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റൈസ് കുറുക്കും മിൽക്കും കൂടിയിട്ട് ആദ്യം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മിൽക്കും നമ്മുടെ കുറുക്കും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കത് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കുറുക്കും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ തേച്ച് കൊടുക്കും. അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ റിസൾട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അതും ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല, സൺലൈറ്റ് മാത്രമേ ഉള്ളൂ. സൺലൈറ്റ് പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ പാലും ആ കുറുക്കും കൂടിയിട്ടുള്ളത് ഞാൻ ഈ സൈഡിൽ മാത്രം ഒന്ന് ചെയ്യുകയാണേ. ഈ സൈഡ് ചെയ്താൽ മതി, കൈവാക്കി ഈ സൈഡിലായി പോയിട്ടോ. അത്യാവശ്യം കുറച്ചൊന്ന് മസാജ് ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. റൈസൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇൻസ്റ്റൻ്റ് ആയിട്ടെങ്കിൽ. ഈ സൈഡ് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 to 3 minutes ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. റിസൾട്ട് വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അറിയത്തില്ല. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് തുടച്ച് കളയട്ടെ. ഞാൻ കഴുകുന്നില്ല, തുടച്ച് കളയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ചില സ്ക്രബാണ്. സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ കുറുക്കെടുക്കുക, നമ്മുടെ അരിയുടെ കുറുക്കെടുക്കുക എടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗറാണ്. അപ്പോൾ ഞാൻ ചെറിയ തരിയുള്ള ഷുഗർ കേട്ടോ, കുഞ്ഞ് തരിയുള്ള ഷുഗർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. കുഞ്ഞ് തരിയുള്ള ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്യാം. ഓക്കെ, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് തുടച്ച് കളയാം. കൂടുതൽ നേരം വെച്ചേക്കേണ്ട ആവശ്യമില്ല, സ്ക്രബ് ചെയ്തിട്ടുണ്ടല്ലോ. ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ, ചെറിയൊരു ഡിഫറൻസ് ഇതിനേക്കാളും ചെറിയൊരു രീതിയിൽ. ഇവിടെ വെള്ളത്തിലൊക്കെ കിടന്നിട്ട് സ്കിന്നല്ലേ, വെള്ളമൊക്കെ വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ നനഞ്ഞിട്ട് ആ ഒരു ഇതിലാണോ എന്ന് എനിക്കറിയത്തില്ല, ചെറിയ ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ജെല്ലാണ് അവർ പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് അലോവേര ജെല്ലും നമ്മുടെ കുറുക്കും കൂടിയിട്ടുള്ള ഇതാണ് കേട്ടോ. സ്ക്രബല്ല, മസാജിങ് ജെല്ലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഞാനിവിടെ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ടേ. നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു അലോവേര ജെല്ല്. നമുക്ക് ഫ്രഷ് അലോവേര വേണമെങ്കിലും അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അലോവേര ജെല്ല അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ
അതിനുശേഷം കുറുക്കെടുക്കുക, അതും വെച്ചിട്ട് മസാജ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ ഒന്ന് കെട്ടി വെച്ചു. ഈ ഒരു സൈഡ് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കിന്നൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി ഫീൽ ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം. വലിയ ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നിങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ഒരു സൈഡ് ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇങ്ങനത്തെ ഐറ്റംസ് കിടുമ്പോഴത്തേക്കും റിസൾട്ട് കാലം 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഞാൻ പൊതുവെ ഒരു DIYയുടെ ഒരു മെയിൻ ആളാണ് കേട്ടോ, അതുകൊണ്ട് എനിക്കറിയാം ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത് പാക്ക് ഇടാം. പാക്കിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുറുക്ക്, അതായത് നമ്മുടെ കുറുക്കെടുക്കുക, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് നമുക്ക് കുറച്ച് ടൊമാറ്റോ ജ്യൂസാണ് കേട്ടോ. ടൊമാറ്റോ ജ്യൂസ് ഒന്ന് പേസ്റ്റ് ആക്കിയതാ, അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി എടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അത്രയും പറഞ്ഞേക്കുന്നത് അല്ലേ. ഓക്കെ, ഞാൻ നമ്മുടെ പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ണ് ഫുള്ളും ആയിപ്പോയി. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നമ്മുടെ പാക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഹായ്, ഞാനപ്പോൾ ഈ ഒരു സൈഡും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം. ഞാൻ ചെയ്ത ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ. ഈ ഒരു സൈഡാണ് ചെയ്യാത്ത സൈഡ്. കണ്ടോ, റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒന്നും തോന്നുന്നില്ല, എന്നാലും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഇങ്ങനത്തെ ഏവേ കാര്യങ്ങൾക്കാണെങ്കിലും ഉടനെ റിസൾട്ട് അറിയില്ലെങ്കിലും നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമുക്ക് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലതാണ്. പിന്നെ റൈസാണ് ഇതിലിട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ റിസൾട്ട് അറിയാം. സ്കിന്നിന് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ടാനൊക്കെ ആണെങ്കിലും നന്നായിട്ട് റിമൂവ് ആവുമെന്ന് തോന്നുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് അറിയാം. പക്ഷെ നല്ല സോഫ്റ്റാണ് കാര്യങ്ങളൊക്കെ. ഈ സൈഡും തൊടുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ സ്ക്രബൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ സ്കിൻ എന്തായാലും റിമൂവ് ആയി പോവും. അപ്പോൾ കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് ചെയ്യുന്നത്. നല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ വീഡിയോകൾ ഇനി വേണമെങ്കിൽ എന്നോട് പറയാം കേട്ടോ. കമൻറ്റ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെയും വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ കാണുന്നത് വരേക്കും ബൈ.